ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ജമന്തി റീപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോട്ട് മിക്സ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണലോട് കൂടിയിട്ടുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതേ എമൗണ്ടിൽ തന്നെ കുറച്ച് കൊക്കോ പീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മണലോട് കൂടിയിട്ടുള്ള മണ്ണ് എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെള്ളം നന്നായിട്ട് ഊർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണ് വേണം. വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള മണ്ണ് നമ്മൾ എടുക്കാതിരിക്കുക. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള മണ്ണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ചെടി ചീഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഇതിലോട്ട് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം കൊക്കോ പീറ്റ് എടുത്ത അതേ അളവിൽ തന്നെയാണ് ചാണകപ്പൊടി ഇട്ടിരിക്കുന്നത്. ചാണകപ്പൊടി കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ദോഷമൊന്നും ചെയ്യില്ല കുറച്ച് കൂടിപ്പോയാലും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൊക്കോ പീറ്റും മണ്ണും ചാണകപ്പൊടിയും നന്നായിട്ട് യോജിക്കുന്ന രീതിയിലാണ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലോട്ട് കുറച്ച് സാധാരണ മണ്ണാണ്, നമ്മൾ ഒന്നും മിക്സ് ചെയ്യാത്ത മണ്ണാണ് ഇട്ടിരിക്കുന്നത്. ഇതും മണൽത്തരി കൂടുതലുള്ള മണ്ണാണ് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്ന ചില മണ്ണുകളിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ്, അതായത് ഇങ്ങനെ ചെളിയുടെ അംശം കൂടുതലായിരിക്കും. ഇത് ചെളിയുടെ അംശം കൂടുതലില്ലാത്ത മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ തരിതരിയായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ തന്നെ വെള്ളം അടിയിലോട്ട് ഊർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഇതുപോലെ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ പോട്ട് മിക്സിലാണ് ഇങ്ങനെ ചെടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കുന്നത്. ചെടി എന്ന് പറയുമ്പോൾ റൂട്ട് വന്നിട്ടുള്ള ചെടിയാണ് കേട്ടോ. വളരെ ആരോഗ്യം കുറഞ്ഞിട്ടുള്ള ചെടിയാണ്. നമ്മൾ നോക്കുന്നതിനനുസരിച്ചിരിക്കും ഇത് നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിലോട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ചെടി ഇങ്ങനെ വെച്ചിട്ടൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് ചെടി നടുന്നത്. എന്നാൽ ഇത് ഞാൻ ജസ്റ്റ് ആ പോട്ടി മിക്സിൽ വെച്ചതിന് ശേഷം മുകളിലാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഏറ്റവും അടിയിൽ നമ്മൾ സാധാരണ വെറുതെ മണ്ണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റൂട്ട് എത്തുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് അതിനെ വളം ഒന്നും വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ചാണകപ്പൊടി അതിന് വളം വലിച്ചെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ തന്നെ നടണമെന്നില്ല, നമുക്ക് കംപ്ലീറ്റായിട്ട് ഫുള്ളായിട്ട് പോട്ട് മിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 3-4 ദിവസം ഇത് തണലത്ത് വേണം വെക്കാനായിട്ട്. ഡയറക്റ്റ് വെയിലത്ത് കൊണ്ട് വെക്കരുത്. അതിനുശേഷം നമുക്കിതിനെ കറക്റ്റ് വെയിലത്ത് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ ജമന്തി റീപോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മുന്നേ ഞാൻ അതുപോലെ ജമന്തി റീപോട്ട് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കയറി കാണുക. അതേപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.